പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയം എന്ന് വെച്ചാൽ പ്രാർത്ഥനയാണ്. നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒറ്റയൊരു ഘടകമാണ് പ്രാർത്ഥന. ദൈവവുമായിട്ട് ബന്ധം പുലർത്താൻ നാം ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്കകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇൻവോൾവാണ്. ദൈവസന്നിധാനത്തിൽ നാം നമ്മുടെ ഹൃദയം പകരുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ നാം കർത്താവിനോട് പറയുകയാണ്. നാം ദൈവത്തോട് സംസാരിക്കുകയാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ, ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി ദൈവസന്നിധാനത്തിൽ നന്ദി അർപ്പിക്കുന്ന ഒരു ഘടകമാണ് പ്രാർത്ഥന. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഇൻവോൾവ്ഡ് ആയിരിക്കുന്നുണ്ട്. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ദൈവമക്കളെ, പ്രാർത്ഥനയില്ലാത്തൊരു ക്രിസ്തീയ ജീവിതം ഒരിക്കലും വിജയിക്കത്തില്ല. കർത്താവിനോട് നാം സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു മാധ്യമം എന്നുള്ളത് പ്രാർത്ഥനയാണ്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് പ്രേ വിതൗട്ട് സീസിങ് അല്ലെങ്കിൽ പ്രേ വിതൗട്ട് സ്റ്റോപ്പിംഗ്. അതായത് നിർത്താതെ പ്രാർത്ഥിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. യേശു കർത്താവ് നമുക്ക് നല്ല മാതൃകയാണ് പ്രാർത്ഥനയുടെ വിഷയത്തിൽ നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, കർത്താവ് പിതാവുമായിട്ടുള്ള ആ സംഭാഷണം ഒത്തിരി ഇടങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് സ്നാനത്തിന് ശേഷം 40 ദിവസം കർത്താവ് മരുഭൂമിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും പിതാവായ ദൈവത്തോട് ബന്ധം പുലർത്തി ആയിരുന്നു. തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് യേശു കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വശത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഗെത്സമനയിൽ പ്രാണവേദനയിലായിരിക്കുമ്പോഴും യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ശിഷ്യന്മാരോട് മഹായാജകീയ പ്രാർത്ഥനയിൽ ഹൈ പ്രീസ്ലി പ്രെയർ എന്ന ഒരു പ്രാർത്ഥന നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. ശിഷ്യന്മാരോട് താൻ സംസാരിക്കുന്ന പല കാര്യങ്ങൾ ആ ഒരു അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ക്രൂശിൽ കിടന്നുകൊണ്ട് പോലും കർത്താവ് പിതാവിനോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിലവിളിയോടും നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചന കഴിച്ച യേശു കർത്താവ്. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം വിജയിക്കണമെങ്കിൽ ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഇന്നെന്നെ ശ്രവിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വശത്തിൽ നൽകുവാനുള്ള ഒരു സന്ദേശം, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ.